ആ കൂടിക്കാഴ്ചയിൽ വഞ്ചന നിറഞ്ഞ ചിരിയോടുകൂടി തന്നെ കാത്തിരുന്ന പ്രതിയോഗിയുടെ അടുത്തേക്ക് ഛത്രപതി ശിവാജി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ പുതിയ അധ്യായം എഴുതാൻ പോകുന്ന ഒന്നായിരുന്നു. ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ് ഛത്രപതി ശിവജിയുടെ ആദ്യകാല യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ അതിനു പുറമെ ഭാരതത്തിൽ മറാഠ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകിയത് ഈയൊരു യുദ്ധമായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഈയൊരു യുദ്ധം പിന്നീട് വന്ന ഓരോ മറാഠകളെയും ഓരോ യോദ്ധാക്കളെയും ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒന്നാണ്. നമുക്കിന്ന് ആ ഒരു യുദ്ധത്തെക്കുറിച്ച് സിനിമാറ്റിക്കായിട്ട് ഒന്ന് കേൾക്കാം. നമ്മുടെ ചരിത്രത്തിലെ സംഭവങ്ങൾ കേട്ടിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം ഇതുപോലത്തെ വീരന്മാർ ജീവിച്ചിരുന്ന അതേ ഭൂമിയിൽ തന്നെയാണ്, അതേ രാജ്യത്തിൽ തന്നെയാണ് നമ്മൾ ജനിച്ചതെന്ന് നമ്മളെ സ്വയം ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് അറിയുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ കാലത്ത് ജീവിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെപ്പറ്റി ബോധ്യമുണ്ടായിരിക്കണം. അതുപോലെ അത് നേരിടുവാൻ വേണ്ടിയിട്ടുള്ള വഴികളും നമ്മൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരേ സമയം നമ്മുടെ സമ്പത്തും ആരോഗ്യവും ഇല്ലാണ്ടാക്കുന്ന അസുഖങ്ങളും അവയ്ക്ക് വരുന്ന ആശുപത്രി ചെലവുകളുമാണ്. അതിന് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുമ്പോൾ കൊള്ളാവുന്ന ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ സമ്പാദിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ സമ്പാദ്യത്തിലാണ് കുടുംബത്തിൻ്റെ ചെലവുകളെല്ലാം കഴിഞ്ഞു പോകുന്നതെങ്കിൽ, നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കുടുംബം എങ്ങനെ സാമ്പത്തികമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുൻകൂട്ടി കുറഞ്ഞ ചെലവിൽ കൂടുതൽ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്കിപ്പോൾ മാസം 400 മുതൽ 500 രൂപ വരെ കുറഞ്ഞ പ്രീമിയത്തിൽ എടുക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് നമുക്ക് ഹെൽത്ത് ടേം ഇൻഷുറൻസുകൾ ഒറ്റ സ്ക്രീനിൽ നിന്ന് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ടേം ഇൻഷുറൻസിന് 15% വരെ ഡിസ്കൗണ്ടും ഹെൽത്ത് ഇൻഷുറൻസിന് 25% വരെ ഡിസ്കൗണ്ടുമുണ്ട്. ടേം ഇൻഷുറൻസ് എടുത്ത ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് 2 കോടി പോലുള്ള വലിയ തുകയായിരിക്കും ഭാവിയിൽ ചെലവുകൾക്ക് കിട്ടുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുക്കാം. പ്രവാസികൾക്ക് ഇവ രണ്ടും, അതായത് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ എടുത്തു വയ്ക്കാൻ പറ്റും. അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കുക. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവരും മുൻഗണന കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ഛത്രപതി ശിവജിയുടെ ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡിനെ കുറിച്ച് കേട്ട് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ആ ദിനം, പ്രതാപ്ഗഡിലെ ആ തണുത്ത പ്രഭാതത്തിൽ തൻ്റെ മലക്കോട്ടയുടെ പടവുകൾ ഇറങ്ങി വന്നുകൊണ്ടിരുന്നപ്പോൾ ഛത്രപതി ശിവാജിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ആ പോരാട്ടത്തിലെ ആ ഏറ്റുമുട്ടലുകളിലെ ഓരോ നിമിഷവും അദ്ദേഹം കാലേ കൂട്ടി കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. തലേ ദിവസം തൻ്റെ മറാഠ സൈന്യത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ടുണ്ടായിരുന്നു. മറാഠകളുടെ സൈന്യം കാട്ടിൽ വെച്ച് ബീജാപ്പൂർ സുൽത്താൻ്റെ സൈന്യത്തിനെ വളഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നലിന് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. ശക്തമായ തൻ്റെ കോട്ടമതിലിൽ തൊട്ടുകൊണ്ട് ഛത്രപതി ശിവജി മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്. വിശാലമായ ഭൂപ്രദേശം, കാട്, അതുപോലെ തന്നെ കൊയ്ന നദി എല്ലാം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിനൊട്ടും ഭയമില്ല. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചാൽ തൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാനായി തൻ്റെ അമ്മ ജീജാബായിയുടെ അടുത്ത് തൻ്റെ മകൻ സംഭാജി വളരുന്നുണ്ട്. അവൻ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന വിശ്വാസം ഛത്രപതി ശിവാജിക്കുണ്ടായിരുന്നു. എന്നാൽ എന്താണ് ഈ യുദ്ധം? ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? എന്തുകൊണ്ടാണ് ഛത്രപതി ശിവാജി ഇത്രയും തയ്യാറെടുപ്പുകൾ എടുക്കുന്നത്? ആ കാലഘട്ടത്തിൽ ഛത്രപതി ശിവാജി ഛത്രപതിയായിട്ടില്ല. 1674 അദ്ദേഹത്തിൻ്റെ ഛത്രപതിയായിട്ടുള്ള പട്ടാഭിഷേകം നടന്നേക്കുന്നത്. ഇത് നടക്കുന്നത് 1659 ഛത്രപതി ശിവാജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് മുഗൾസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളാണ്. എന്നാൽ ഈ പോരാട്ടം ബീജാപ്പൂർ സുൽത്താനേറ്റുമായിട്ടായിരുന്നു. ഡക്കാൻ ഭാഗം ഭരിച്ചിരുന്ന ആദിൽ ഷാഹി രാജവംശത്തിൻ്റെ സുൽത്താനേറ്റായിരുന്നു ഈ ബീജാപ്പൂർ സുൽത്താനേറ്റ്. ഈ ഒരു സമയത്ത് ശിവാജി മറാഠകളുടെ ഒരു തലവനായിരുന്നു. ചെറിയ രീതിയിലൊരു തലവനൊന്നുമല്ല, പേരെടുത്ത തലവൻ. ഒരുപാട് കോട്ടകളുടെ ആധിപത്യമുള്ള, ഒരുപാട് കോട്ടകൾ പിടിച്ചെടുത്ത ധീരനായിട്ടുള്ള ഒരു പോരാളി. അതുകൊണ്ട് തന്നെ ബീജാപ്പൂർ സുൽത്താൻ ഇദ്ദേഹത്തെ ഒരു ശത്രുവായും അതുപോലെ തന്നെ ഒരു ഭീഷണിയുമായും കണ്ടിരുന്നു. ബീജാപ്പൂർ സുൽത്താനേറ്റിന് ഭീഷണിയായി മാറിയ ഛത്രപതി ശിവാജിയെ ഉന്മൂലനം ചെയ്യുവാനായി അവർ ഭീമാകാരനായിട്ടുള്ള ഒരു പോരാളിയെ അവരുടെ പടത്തലവനായി നിയമിച്ചു, അഫ്സൽ ഖാൻ.
അഫ്സൽ ഖാൻ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ളൊരു മനുഷ്യനൊന്നുമല്ലായിരുന്നു. കാണുമ്പോൾ തന്നെ ഭീമാകാരമായിട്ടുള്ളൊരു രൂപമായിരുന്നു എന്നാണ് പറയുന്നത്. 6 അടി 5 ഇഞ്ചിന് മുകളിൽ പൊക്കമുണ്ട്, ചിലർ 7 അടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരുടെ പോരാട്ടത്തെക്കുറിച്ച് കേട്ടിരുന്നത് ഇങ്ങനെയാണ്: യുദ്ധഭൂമിയിൽ ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല, കാരണം ഇവരുടെ കൂടെ അത്രത്തോളം ആൾബലമുണ്ട്, അതുപോലെ അത്രത്തോളം ശക്തമായിട്ടുള്ള ആനസൈന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള പീരങ്കികളും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ ഇവരുടെ തേരോട്ടം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയം ഛത്രപതി ശിവാജി ഇവർക്കൊരു ഭീഷണിയായി മാറുകയും അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യുവാനായി ബീജാപ്പൂർ സുൽത്താനേറ്റ് അഫ്സൽ ഖാനെ പടത്തലവനായി നിയമിക്കുകയും ചെയ്തു. പടത്തലവനാക്കിയെന്ന് മാത്രമല്ല, ശിവാജിയെയും മറാഠകളെയും നേരിടുവാനായിട്ട് ഭീകരമായിട്ടുള്ളൊരു സൈന്യത്തെയും അഫ്സൽ ഖാന് ബീജാപ്പൂർ സുൽത്താനേറ്റ് കൊടുത്തു. ഈ ഒരു ഭീകരമായിട്ടുള്ള സൈന്യം എന്നൊക്കെ പറയുമ്പോൾ 1ഉം 2ഉം അല്ല, 15,000 പടയാളികളാണ് ഉണ്ടായിരുന്നത്, 400-ലേറെ പീരങ്കികളും എണ്ണമറ്റ ആനകളും. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഈ സൈന്യത്തോടൊപ്പം അഫ്സൽ ഖാൻ ബീജാപ്പൂർ സുൽത്താനേറ്റ് വിടുന്നതിന് മുൻപ് അവിടെ ഒരു സത്യം ചെയ്തു: ഛത്രപതി ശിവാജിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ബീജാപ്പൂർ സുൽത്താനായിട്ടുള്ള അലി ആദിൽ ഷായുടെ കാൽക്കൽ വലിച്ചെറിയുന്നു. ആ ഒരു സത്യപ്രതിജ്ഞയുടെ പുറത്ത് ഇദ്ദേഹം തൻ്റെ വൻ പടയുമായിട്ട് ഛത്രപതി ശിവാജിയുടെ മേഖലയുടെ സദേൺ ഭാഗത്ത് നിന്ന് ആക്രമണം തുടങ്ങിയെന്നാണ് പറയുന്നത്. ശിവാജിയുടെ ഭൂപ്രദേശത്തിലേക്കുള്ള അഫ്സൽ ഖാൻ്റെ പടയോട്ടം അത് ഭൂമി പിടിച്ചു കുലുക്കുന്നത് പോലെ ഒന്നായിരുന്നു. തൻ്റെ പെരുമ്പടയുമായി അഫ്സൽ ഖാൻ ഈ ഭൂപ്രദേശത്തിൽ പടയോട്ടം നടത്തിയപ്പോൾ വൻ വിനാശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പോകുന്ന വഴിയിലുള്ള എല്ലാ മേഖലകളിലും ബീജാപ്പൂർ സുൽത്താൻ്റെ കൊടിയും പറത്തിക്കൊണ്ടാണ് അയാൾ പോയത്. അതായത് അത്ര പ്രദേശങ്ങളും അയാളുടെ അധീനതയിലാക്കി. കാണുന്നവരും കേൾക്കുന്നവരുമെല്ലാം ഭയന്ന് വിറങ്ങലിച്ചു പോകുന്ന രീതിയിലായിരുന്നു അഫ്സൽ ഖാൻ്റെ ആക്രമണം. കാരണം അത്രത്തോളം നാശനഷ്ടങ്ങൾ അയാൾ വരുത്തുന്നുണ്ടായിരുന്നു. തൻ്റെ ഈ പടയോട്ടത്തിൽ ഇത്രയും വിനാശം വരുത്തുന്നതിന് അഫ്സൽ ഖാന് വ്യക്തമായിട്ടുള്ളൊരു കാരണവുമുണ്ടായിരുന്നു: മലമുകളിലുള്ള ശിവാജിയെ പ്രകോപിപ്പിക്കുക. കാരണം ആ പ്രകോപനത്തിൻ്റെ പിന്നാലെ ശിവാജി മലയിറങ്ങി തൻ്റെ പടയുമായി മുന്നിലെത്തിയാൽ അഫ്സൽ ഖാന് പെട്ടെന്ന് അയാളെ കീഴ്പ്പെടുത്താമെന്നൊരു വിശ്വാസം അഫ്സൽ ഖാനുണ്ടായിരുന്നു. കാരണം എന്താണ്? ശിവാജിയുടെ പക്കലിലുള്ളതിനെക്കാട്ടിയും സൈന്യബലം അഫ്സൽ ഖാൻ്റെ കയ്യിലുണ്ട്. അഫ്സൽ ഖാൻ്റെ കയ്യിൽ പീരങ്കികളുണ്ട്, ആനസൈന്യവുമുണ്ട്. അപ്പോൾ ഭൂപ്രദേശത്തിലേക്ക് ഇറക്കിയാൽ അവിടെ വെച്ചൊരു ഡയറക്റ്റ് കോമ്പാറ്റിൽ വീഴ്ത്താം എന്നൊരു ഉറപ്പ് അഫ്സൽ ഖാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ശിവാജിക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അഫ്സൽ ഖാൻ വരുന്ന വഴിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ഇതിനൊരു പ്രതിരോധം എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ശിവാജി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അഫ്സൽ ഖാന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ശിവാജിയെ മാക്സിമം പ്രകോപിപ്പിക്കുക, മാക്സിമം പ്രൊവോക്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അഫ്സൽ ഖാൻ തൻ്റെ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തുൽജാ ഭവാനി ക്ഷേത്രം കയറി ആക്രമിച്ചു എന്ന് മാത്രമല്ല, ആ ക്ഷേത്രം തകർക്കുകയും ചെയ്തു. തുൽജാ ഭവാനി എന്ന് പറയുമ്പോൾ മറാഠകളുടെ കുലദേവതയാണ്. ശിവാജിയുടെ കുലദേവതയായ തുൽജാ ഭവാനിയുടെ ക്ഷേത്രത്തിൽ കയറി ആക്രമിച്ച് ആ ക്ഷേത്രം തകർത്തു എന്ന വിവരവും ശിവാജി അറിയുകയാണ്. എന്നാൽ ശിവാജി അപ്പോഴും പ്രകോപിതനായില്ല. കാരണം ഇപ്പോൾ ഇമോഷൻ്റെ പുറത്ത് എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തന്നെ ശിവാജി പ്രകോപിതനാകാതെ ക്ഷമയോടുകൂടി അവിടെ ആ മലക്കോട്ടയിൽ തന്നെ ഇരുന്നു. ഇതെല്ലാം ശിവാജിയുടെ ഭീരുത്വമായിട്ട് അഫ്സൽ ഖാൻ കണ്ടു. എന്നാൽ ശിവാജി അവിടെ തന്നെ നിന്നതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് അഫ്സൽ ഖാൻ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. ശിവാജി ഇത്രയും നേരമായിട്ടും താഴോട്ടിറങ്ങി വരാതിരുന്നത് കൊണ്ട് തന്നെ അഫ്സൽ ഖാൻ തൻ്റെ പെരുമ്പടയുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാനിറങ്ങി. എന്നാൽ പോകുന്ന വഴി, ആ വഴിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇടുങ്ങിയ വഴികളാണ്. മലകളും മലയിടുക്കുകളും ഭൂപ്രദേശങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് കുണ്ടും കുഴിയും കാര്യങ്ങളും കല്ലും കാര്യങ്ങളുമൊക്കെ ഉള്ള പ്രദേശമായിരുന്നു. അതുവഴി അഫ്സൽ ഖാൻ്റെ സൈന്യത്തിന് മൊത്തവും വരാൻ പറ്റുന്നില്ല. അത്രത്തോളം ഇടുക്കുകളിൽ കൂടെ അഫ്സൽ ഖാൻ്റെ വലിയ വലിയ ബാഗേജുകൾ, പീരങ്കികൾ, ആനപ്പട ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഈയൊരു ഇടുക്കുകളിൽ കൂടെയെല്ലാം അഫ്സൽ ഖാൻ അപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിൻ്റെ 4/1 സൈന്യം മാത്രമേ അഫ്സൽ ഖാൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള സൈന്യമെല്ലാം അവിടെ പുറത്തോട്ടായി. ഇതുതന്നെയായിരുന്നു ശിവാജിയുടെ പ്ലാനും. ശത്രുവിൻ്റെ സൈന്യബലം അത്രത്തോളം വലുതാണെങ്കിൽ ആ സൈന്യബലത്തെ ക്ഷയിപ്പിക്കുക എന്നുള്ള യുദ്ധതന്ത്രമായിരുന്നു ശിവാജി അന്നവിടെ പയറ്റിയത്. അതിനദ്ദേഹം ഉപയോഗിച്ചത് ദക്കാൻ്റെ ഭൂപ്രദേശവും. അങ്ങനെ ആ പ്ലാൻ ഒരു വിജയകരമായ പ്ലാനായിരുന്നു.
അഫ്സൽ ഖാൻ്റെ പെരുമ്പടയുടെ 4/1 ഭാഗവുമായി അഫ്സൽ ഖാൻ ഇപ്പോഴും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ശക്തിയിൽ അത്രത്തോളം ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു പുള്ളിക്കാരന്. ഈ സൈന്യം മതി ശിവാജിയെ വീഴ്ത്താനും മറാഠകളെ വീഴ്ത്താനും, അത്രയ്ക്ക് കോൺഫിഡൻസ് അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രതാപ്ഗഡ് കോട്ടയുടെ അടുത്തെത്തിക്കൊണ്ടിരുന്ന സമയത്ത്, കോട്ടയുടെ അടുത്തെത്തിയില്ല, ഏകദേശം മുന്നോട്ട് കയറി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്കിടയിൽ നെഗോസിയേഷൻസ് ആരംഭിച്ചു. നെഗോസിയേഷൻസ് അറിയാമല്ലോ, ഈ തലവന്മാർ നേരിട്ട് വന്നായിരിക്കത്തില്ല നെഗോസിയേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സഞ്ചേഴ്സിനെ അയച്ചായിരിക്കും ഈ നെഗോസിയേഷൻസ് നടത്തുന്നത്. അങ്ങനെ ഈ നെഗോസിയേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ശിവാജി തൻ്റെ അടുത്ത ബുദ്ധി പ്രയോഗിച്ചു. ശക്തനായ ശത്രു, ആ ശത്രുവിൻ്റെ ശക്തിയിൽ ഓവർ കോൺഫിഡൻസ് കൊടുക്കുക, അയാളുടെ ഈഗോ യൂസ് ചെയ്ത് അയാളെ വീഴ്ത്തുക എന്നുള്ള തന്ത്രമായിരുന്നു ശിവാജി അടുത്തത് പ്രയോഗിച്ചത്. ശിവാജി മനഃപൂർവ്വം അഫ്സൽ ഖാൻ്റെ മനസ്സിൽ വരുത്തി തീർത്തു ശിവാജി അഫ്സൽ ഖാനെ ഭയന്നാണ് കോട്ടയ്ക്കുള്ളിലിരിക്കുന്നതെന്ന്. തൻ്റെ ശക്തിയിൽ അത്രത്തോളം ഉന്മത്തനായി അഹങ്കാരിയായി അഫ്സൽ ഖാൻ അങ്ങ് സന്തോഷിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ ബീജാപൂർ സൈന്യത്തിനിടയിലും അങ്ങ് പടർന്നു. അങ്ങനെ ഇവർക്കിടയിലൊരു സന്ധി സംഭാഷണത്തിനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. അഫ്സൽ ഖാൻ പറഞ്ഞു, ശരി, കോട്ടയുടെ താഴെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. അതിനൊരു സ്ഥലം അവർ കണ്ടു. അവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്നിവർ ഓൾറെഡി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അഫ്സൽ ഖാൻ്റെ ബുദ്ധി മനസ്സിലാക്കിയ ഛത്രപതി ശിവാജി ഒരു നിബന്ധന മുന്നിലോട്ട് വെച്ചു. ഒരൊറ്റ അംഗരക്ഷകനെ കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ. അഫ്സൽ ഖാനും ഒരൊറ്റ അംഗരക്ഷകനുമേ കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ശിവാജിയുടെ ഒരു അംഗരക്ഷകനും മാത്രമേ ഈ മീറ്റിങ്ങിൽ ഉണ്ടാവുകയുള്ളൂ. സൈന്യം, 2 പേരുടെ സൈന്യവും ദൂരെ ആയിരിക്കണം, ഉണ്ടാവാൻ പാടില്ല. അഫ്സൽ ഖാൻ വളരെ കോൺഫിഡൻറ്റ് ഈ ഒരു നിബന്ധന ഓക്കെ പറഞ്ഞു. ഇപ്പം തന്നെ അഫ്സൽ ഖാൻ്റെ സൈന്യത്തിനിടയിൽ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ആഘോഷങ്ങൾ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ്? നവംബർ 9, 1659 എന്ന തീയതിയിൽ ശിവാജിയെ അടുത്ത ദിവസം അഫ്സൽ ഖാൻ തോൽപ്പിക്കും എന്ന ഉറപ്പോടുകൂടി ഇവർ ആഘോഷങ്ങൾ തുടങ്ങി. ഉടനെ ശിവാജി എന്ത് ചെയ്തെന്നറിയോ? കൊയ്ന നദിയുടെ തീരത്തുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. എന്നിട്ട് അവിടെ അഫ്സൽ ഖാൻ്റെ സൈന്യത്തിന് തമ്പടിക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തു. ഇവിടെ അടുത്ത യുദ്ധതന്ത്രം എന്തെന്നറിയോ? അവിടെ ഒരു സ്ഥലത്ത് ഈ സൈന്യത്തിന് ഫുള്ള് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 3-4 ഭാഗങ്ങളിലായിട്ട് ചിതറിയാണ് ഈ സൈന്യം നിന്നത്. അപ്പോൾ വീണ്ടും സൈന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞു. ഒരു പ്രദേശത്തിൽ ഇത്ര സൈന്യമേ ഉള്ളൂ. അങ്ങനെ എണ്ണം കുറഞ്ഞു, സ്കാറ്റർ ചെയ്തു. അതടുത്ത യുദ്ധതന്ത്രം. എന്നിട്ട് അടുത്തൊരു യുദ്ധതന്ത്രവും കൂടെ ചെയ്തു. ശിവാജി അന്നത്തെ ദിവസം രാത്രി ഇവർക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഭക്ഷണങ്ങളും മദ്യവും എത്തിച്ചു കൊടുത്തു. ശിവാജി അടുത്ത ദിവസം എന്തായാലും തോക്കാൻ പോവുകയാണ് എന്ന സന്തോഷത്തിൽ കള്ളും കുടിച്ച് ഭക്ഷണവും കഴിച്ച് അങ്ങോട്ട് ആഘോഷം തുടങ്ങി ബീജാപൂർ സൈന്യം. അങ്ങനെ കള്ളടിച്ച് ഫിറ്റായി ഭക്ഷണമൊക്കെ കഴിച്ച് ബോധമെല്ലാം പോയി ഇവരെല്ലാവരും അവരുടെ ക്യാമ്പിൽ കിടന്നുറക്കമായി. ഈ സമയം ഛത്രപതി ശിവാജി അദ്ദേഹത്തിൻ്റെ 3 പടനായകന്മാരെ അടുത്ത് വിളിച്ചു. നേതാജി പാൽക്കർ, കനോജി ജഡെ, ബാജി പസാൽക്കർ, ആ 3 പടത്തലവന്മാരെ ശിവാജി വിളിപ്പിച്ചു. ശിവാജി വിളിപ്പിച്ച മാത്രയിൽ തന്നെ അവരെല്ലാവരും ശിവാജിയുടെ മുന്നിലെത്തുകയും ചെയ്തു. തൻ്റെ 2 കൈകളും പിന്നിലേക്ക് കെട്ടി ശിവാജി അവരുടെ മുന്നിൽ ഗംഭീരനായി നിന്നു. ശിവാജിയുടെ മുഖത്ത് വ്യക്തമായ ഒരു തീരുമാനമുണ്ടെന്ന് ആ 3 പടത്തലവന്മാർക്കും മനസ്സിലായി. ആ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് ചെയ്യുവാൻ അവർ തയ്യാറുമായിരുന്നു. അവരോട് ശിവാജി പറഞ്ഞു, നാളെ അഫ്സൽ ഖാനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുത്തേക്കാണ്. ഞാൻ തിരഞ്ഞെടുത്തേക്കുന്ന സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രതാപ്ഗഡ് കോട്ടയിരിക്കുന്ന മലയുടെ ചരിവിലുള്ള ഒരു ഭവനമാണ്, മലഞ്ചരിവ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സേനയ്ക്ക് ഇങ്ങ് കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 3 ഡിവിഷൻ മറാഠ സേനകളെ ഞാൻ തരികയാണ്. ഓരോ ഡിവിഷനുള്ളിലും 1000കണക്കിന് വീര മറാഠകളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സേനയുമായിട്ട് ബീജാപൂർ സുൽത്താൻ്റെ സൈന്യം വളയണം. സൈന്യം വളയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, കാട്ടിനുള്ളിലായിരിക്കണം നിങ്ങൾ നിലയുറപ്പിച്ചേക്കുന്നത്. നിങ്ങളുടെ അനക്കം പോലും പുറത്ത് കേൾക്കാൻ പാടില്ല. ശിവാജി പ്ലാൻ ചെയ്തതുപോലെ ഇവരെല്ലാവരും ബീജാപൂർ സുൽത്താൻ്റെ സൈന്യം തമ്പടിച്ചിരിക്കുന്ന ആ പ്രദേശത്തിന് ചുറ്റിനുമുള്ള വനങ്ങളിലേക്ക് വളഞ്ഞു. വനങ്ങളിലേക്ക് വളഞ്ഞുവെന്ന് മാത്രമല്ല, ആ ബുദ്ധിമാന്മാരായിട്ടുള്ള പടത്തലവന്മാർ ഈ സൈന്യം രക്ഷപ്പെട്ടോടാൻ സാധ്യതയുള്ള വഴിയെല്ലാം മരം വെട്ടി വീഴ്ത്തി വഴിമുടക്കുകയും ചെയ്തു. അങ്ങനെ ശിവാജിയുടെ സിഗ്നലിന് വേണ്ടി അവർ കാത്തുനിന്ന്. അടുത്ത ദിവസം 10 നവംബർ 1659 ആ തീയതി അഫ്സൽ ഖാനും ശിവാജിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ അത് നട്ടുച്ച സമയത്താണ് തീരുമാനിച്ചിരുന്നത്. നട്ടുച്ച സമയം ഇവരുടെ കണ്ടുമുട്ടൽ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു വീട്ടിലോട്ട് ഈ 2 കൂട്ടരും പോവുകയാണ്. വരുന്ന വഴിയിൽ തന്നെ ശിവാജി നോക്കിയപ്പോൾ അഫ്സൽ ഖാൻ 10 പേരെയും കൊണ്ടാണ് വരുന്നത്. ഉടനെ തന്നെ ശിവാജി അവിടെ ആളെ വിട്ട് അറിയിച്ചു, 10 പേരൊന്നും വന്നാൽ വരത്തില്ല,
നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ കൂടെ ഒരംഗരക്ഷകൻ. അപ്പോൾ ഇത് കേട്ട് അഫ്സൽ ഖാൻ ഒന്ന് ചിരിച്ചു. ഇതും അഫ്സൽ ഖാനെ ഒന്ന് ഓവർ കോൺഫിഡൻ്റ് ആക്കാനായിട്ട് ശിവാജി ചെയ്ത തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ തന്നെ അഫ്സൽ ഖാൻ തൻ്റെ കൂടെയുള്ള 9 പടയാളികളെ തിരിച്ചു വിട്ടിട്ട് ഈ ഒരൊറ്റ ഒരൊറ്റ അംഗരക്ഷകനുമായിട്ട് അഫ്സൽ ഖാൻ ഈ വീട്ടിനുള്ളിലേക്ക് കയറി വന്നു. അവിടെ ശിവാജി വെള്ള വസ്ത്രം ധരിച്ച് കൈകളിങ്ങനെ പിന്നോട്ട് കെട്ടി ഇങ്ങനൊരു നിപ്പായിരുന്നു. ശിവാജിയെ ആദ്യമായിട്ട് അഫ്സൽ ഖാൻ കാണുന്നത്. അഫ്സൽ ഖാൻ ശിവാജിയുടെ അടുത്തോട്ട് പോയപ്പോൾ പറഞ്ഞു, ഒരുപാട് കേട്ടിട്ടുണ്ട് നിൻ്റെ വീരകഥകൾ. ഒടുവിൽ എൻ്റെ അടുത്ത് കീഴടങ്ങാൻ നീ കാണിച്ച തീരുമാനം വളരെ നല്ലതായി. ഇങ്ങനെ കീഴടങ്ങിയതുകൊണ്ട് നിനക്ക് നിൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ചിരിച്ചു. ശിവാജി ഒന്നും മിണ്ടിയില്ല. മുഖത്ത് ഒരു ചിരി മാത്രം, ഒരു പുഞ്ചിരി. പതുക്കെ ശിവാജി അഫ്സൽ ഖാൻ്റെ അടുത്തേക്ക് പോയി. അഫ്സൽ ഖാൻ ഉടനെ തന്നെ സ്വതസിദ്ധമായ തൻ്റെ ശൈലിയിൽ സ്നേഹത്തോടുകൂടി ശിവാജിയെ സ്വീകരിക്കാനായിട്ട് തൻ്റെ 2 കൈകളും സ്വീകരിച്ചു. 2 കൈകളും സൈഡിലോട്ട് ഇങ്ങനെ നീട്ടി കെട്ടിപ്പിടിക്കാനായിട്ട്. ശിവാജിയും തൻ്റെ ഒരു കൈ മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് പോവുകയാണ്. മറ്റൊരു കൈ ശിവാജി ഇങ്ങനെ പിറകോട്ട് കെട്ടി തന്നെ വെച്ചേക്കുകയാണ്. ശിവാജി തൻ്റെ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ അഫ്സൽ ഖാൻ്റെ മുഖത്തെ ചിരി പതുക്കെ മങ്ങുകയായിരുന്നു. അടുത്ത നിമിഷം അഫ്സൽ ഖാൻ തൻ്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് ശിവാജിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്നിട്ട് ബലിഷ്ഠമായ തൻ്റെ മറ്റേ കൈ കൊണ്ട് ശിവാജിയെ പിടിച്ച് ഞെരുക്കുവാനായിട്ട് അഫ്സൽ ഖാൻ ശിവാജി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. എന്നാൽ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ശിവാജിയുടെ മുതുകത്ത് അഫ്സൽ ഖാൻ്റെ കൈ വന്നടിച്ചപ്പോൾ അവിടെ കേട്ടത് മനുഷ്യ ശരീരത്തിൽ അടിക്കുമ്പോഴുള്ള ശബ്ദമല്ല, മറിച്ച് ഒരു ഇരുമ്പ് കഷ്ണത്തിൽ അടിക്കുമ്പോഴുള്ള ശബ്ദമാണ്. അപ്പോഴാണ് അഫ്സൽ ഖാൻ അത്ഭുതത്തിൽ തിരിച്ചറിയുന്നത് ശിവാജി അവിടെ എന്തിനും പ്രിപ്പയർഡായിട്ടാണ് വന്നേക്കുന്നത്. അതെ, ശിവാജി തൻ്റെ വസ്ത്രത്തിനടിയിൽ പടച്ചട്ട ധരിച്ചുകൊണ്ടാണ് വന്നത്. അഫ്സൽ ഖാൻ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമെന്നറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ശിവാജി തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒരു പടച്ചട്ട ഇട്ടുകൊണ്ടാണ് വന്നത്. അഫ്സൽ ഖാൻ ഉടനെ തന്നെ ശിവാജിയെ വീഴ്ത്താനായിട്ട് തൻ്റെ കഠാരയിലേക്ക് കൈകൊണ്ടുപോയ സമയം തൻ്റെ അടിവയറ് കീറുന്ന ശബ്ദം, ആ ഒരു വേദന അഫ്സൽ ഖാൻ അനുഭവിച്ചറിഞ്ഞു. നിലവിളിച്ചുകൊണ്ട് അഫ്സൽ ഖാൻ താഴോട്ട് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അഫ്സൽ ഖാൻ്റെ വയറ് ശിവാജി തൻ്റെ വലത്തെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ബാഘ്നഗ് എന്ന് പറയുന്ന ആയുധം. ബാഘ്നഗ് എന്ന് പറയുമ്പോൾ കടുവയുടെ നഖങ്ങൾ, ഈ കൈപ്പത്തിക്കുള്ളിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ആയുധമാണ്. ആ ആയുധം കൊണ്ട് ശിവാജി വലിച്ചിങ്ങനെ കീറുകയായിരുന്നു. ശിവാജി ഇങ്ങനെ കൈ പുറക്കോട്ട് വെച്ചിരുന്നില്ലേ, അതിൽ ബാഘ്നഗ് വെച്ചിങ്ങനെ വെച്ചേക്കായിരുന്നു. അഫ്സൽ ഖാൻ എന്തെങ്കിലും കാണിക്കുമെന്ന് ശിവാജിക്ക് അറിയായിരുന്നു. അങ്ങനെ കൈ കൊണ്ടിങ്ങനെ വരിഞ്ഞ് കീറിയപ്പോൾ വയറ് കീറിയ വേദനയിൽ അഫ്സൽ ഖാൻ നിലത്ത് വീണ സമയത്ത് അഫ്സൽ ഖാൻ്റെ ബോഡി ഗാർഡ് ഊരിപ്പിടിച്ച വാളുമായിട്ട് ശിവാജിക്ക് നേരെ വന്നു. ശിവാജി ഉടനെ തൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള ജിയു മഹാലയെ സിഗ്നൽ ചെയ്തു. എന്നിട്ട് ഛത്രപതി ശിവജി തൻ്റെ മുതുക് കാട്ടി നിന്നു. മുതുക് കാട്ടി നിന്ന സമയം ജിയു മഹാല ഓടി വന്ന് ആ മുതുകിൽ പിടിച്ച് ചാടി. ഈ ഒരു ചാടുന്ന ഗ്യാപ്പിൽ തന്നെ അഫ്സൽ ഖാൻ്റെ ബോഡി ഗാർഡിൻ്റെ കൈ എറുത്തങ്ങ് നിലത്തിടുകയായിരുന്നു. അടുത്ത നിമിഷം ഈ വാള് ജിയു മഹാല ശിവാജിയുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുത്തു. ശിവാജി ആ വാളിൽ പിടിച്ചു. എന്നിട്ട് അഫ്സൽ ഖാനെ നോക്കി ആ വാൾ ഒരൊറ്റ വീശായിരുന്നു. അഫ്സൽ ഖാൻ്റെ തലയെറുത്ത് നിലത്തിട്ടു എന്ന് മാത്രമല്ല, അത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കേണ്ട സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവിടെ കൊണ്ട് ശിവാജി അവസാനിപ്പിച്ചില്ല. അടുത്ത സെക്കൻഡ് ശിവാജി പീരങ്കിലൊരു വെടിശബ്ദം ഉണ്ടാക്കി. ഈ വെടിശബ്ദം കേട്ട സമയം ബീജാപ്പൂർ സുൽത്താൻ്റെ സൈന്യത്തിനെ ചുറ്റി നിന്നിരുന്ന ആ കാട്ടിനുള്ളിൽ നിന്ന് എണ്ണമറ്റ മറാഠ സേനകൾ കാട്ടിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്നിട്ട് ബീജാപ്പൂർ സുൽത്താൻ്റെ സൈന്യത്തിനെ ആക്രമിച്ചു തുടങ്ങി. അതായത് ഈ ഒരു അഫ്സൽ ഖാൻ്റെ കൂടെ വന്ന സൈന്യത്തിനെ അത്രയും ആക്രമിച്ചു തുടങ്ങി. ഇവരെല്ലാവരും തലേ ദിവസം വെള്ളം ഒടിച്ച് പൂസായി കിടന്നുകൊണ്ട് രാവിലെ എണീച്ചപ്പോൾ മൊത്തത്തിൽ വിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലുതായിട്ട് പിടിച്ചു ചെയ്യാനും പറ്റിയില്ല. ആ ഒരു വലിയ പടയെ ശിവാജി തൻ്റെ ചെറിയ പട കൊണ്ടങ്ങ് പരാജയപ്പെടുത്തി. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദവും മറാഠകളുടെ പോർവിളിയും ബീജാപ്പൂർ സൈന്യത്തിൻ്റെ നിലവിളിയും അവിടെ മുഴുവനും കേട്ടു. ഒരു കൂട്ടം സൈന്യം തങ്ങളുടെ കുതിരകളും ആനകളുമായിട്ട് അവിടെ നിന്ന് ഓടാനിറങ്ങി. അങ്ങനെ ഈ പ്രതാപ്ഗഡിൽ വെച്ചുള്ള യുദ്ധം ഛത്രപതി ശിവാജി ജയിക്കുകയാണ്. എന്നാൽ ഇവിടെ ശിവാജി വ്യത്യസ്തനാവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഈ യുദ്ധം ജയിച്ചല്ലോ, യുദ്ധം ജയിച്ച ഉടനെ അവിടെ വെച്ച് ശിവാജി നിർത്തിയില്ല. അവിടെ വെച്ചുകൊണ്ട് തന്നെ ശിവാജി ഉടനെ തൻ്റെ സൈന്യവുമായിട്ട് ഈ ഓടിയ സൈന്യത്തിൻ്റെ പിന്നാലെ വെച്ചുവിട്ട് അവരെ എല്ലാവരെയും ആക്രമിച്ചു എന്ന് മാത്രമല്ല, അഫ്സൽ ഖാൻ കൈയടക്കിയ അത്ര മേഖലകളും ശിവാജി തിരിച്ചു പിടിച്ചെടുത്തു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് അഫ്സൽ ഖാൻ പിടിച്ചടക്കിയ അത്ര മേഖലകളെയും ശിവാജി തിരിച്ചു പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അഫ്സൽ ഖാൻ്റെ സൈന്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുതിരകളെയും പീരങ്കികളെയും ആനകളെയുമെല്ലാം ശിവാജി തൻ്റെ അധീനതയിലാക്കുകയും ചെയ്തു. അങ്ങനെ
ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ് എന്ന് പറയുന്ന ആ ഒരു പോരാട്ടം, ആ ഗംഭീരമായിട്ടുള്ള പോരാട്ടം ഛത്രപതി ശിവാജിയും തൻ്റെ സൈന്യവും ജയിക്കുകയായിരുന്നു. ആ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് പിൽക്കാലങ്ങളിൽ മറാഠ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു മറാഠ സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിച്ചത്, അതിനെ അടിത്തറ പാകിയത് ഈ ഒരു യുദ്ധമാണെന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടായാൽ ആ വിജയത്തിൽ ഉന്മത്തരായി നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്യും, അല്ലേ? സെലിബ്രേറ്റ് ചെയ്തങ്ങ് പോകും. എന്നാൽ ഛത്രപതി ശിവാജി ഇവിടെ ചെയ്തതെന്തുവാ? അദ്ദേഹം ആ യുദ്ധത്തിൽ ജയിച്ചു. എന്നാൽ ആ ജയം ആഘോഷിക്കുന്നതിന് പകരമായിട്ട് ആ ജയത്തിൻ്റെ ആ ഒരു എഫക്റ്റ് നിൽക്കുന്ന ആ സമയത്ത് തന്നെ തുടരെ കയറി ആക്രമിച്ച് ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെച്ചു. ആ ദിവസം വരെ പല ആളുകൾക്കും ഉണ്ടായിരുന്ന വിശ്വാസം, ഇവരെ യുദ്ധഭൂമിയിൽ വെച്ച് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ള വിശ്വാസം ആ ഒരൊറ്റ ദിവസം കൊണ്ട് ശിവാജി ഇല്ലാണ്ടാക്കിയെന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിലുള്ള മറാഠ യോദ്ധാക്കൾക്കെല്ലാം വീര്യം നൽകുന്ന രീതിക്ക്, പോരാടാൻ നൽകുന്ന രീതിക്ക്, വൻ പടകൾ മുന്നിൽ വന്നാലും തങ്ങളുടെ കൂടെയുള്ള സൈന്യം കൊണ്ട് ആ പടകളെയൊക്കെ വീഴ്ത്താൻ പറ്റും എന്നുള്ള ധീരത നൽകുന്ന രീതിക്ക് ഒരു എക്സാമ്പിളും അദ്ദേഹം സെറ്റ് ചെയ്തു. ഇത് നമ്മളും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഒരു വിജയമുണ്ടായാൽ ആ വിജയത്തിൻ്റെ പച്ചയിൽ വീണ്ടും കയറി പിടിച്ചെടുക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ. ആ ഒരു വിജയത്തിൻ്റെ പച്ചയിൽ അതിൻ്റെ ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ജയത്തിനായി മുന്നോട്ട് കയറി പോരാടണം എന്ന് പറയുമ്പോൾ വാളും കൊണ്ട് ഇറങ്ങണമെന്നല്ല. നമ്മുടെ മേഖലകളിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ ആ ഒരു വിജയത്തിൻ്റെ പച്ചയിൽ വീണ്ടും കയറി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അത് ഛത്രപതി ശിവജിയുടെ ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വയ്ക്കുന്നതിനെ പറ്റി. ഇത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഇപ്പോൾ 50-60 ലക്ഷമൊക്കെ ആശുപത്രി ചിലവ് വരുന്ന കാലഘട്ടം. അപ്പോൾ എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസും കൂടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ